He understands that in the last 10 years, Indian politics has moved from a politics where the politician was answerable to you, where you questioned him, where you demanded your rights, and it was his responsibility and duty to provide and perform. And if he did not perform, he would be put out of office. It has moved from that politics to a politics of lies, to a politics where your emotions are used and manipulated, and people stay in power by convincing you, by making you afraid, by telling you that your religion is in danger or that your livelihood somehow is in danger. But they do not tell you what they are doing for your development. They do not tell you how they are going to make you progress. They do not tell you how they will provide you with jobs. They do not tell you how they will reduce price rise. They do not tell you how many institutions they built, how many universities, new universities they have opened, how many schools they have built, how many hospitals they have created. They will not tell you because they have not done it. നിങ്ങൾക്കറിയാമോ, എന്റെ സഹോദരൻ ഇത് മനസ്സിലായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയക്കാർക്ക് നിങ്ങളുടെ മുൻപിൽ വന്നെന്ന് കൃത്യമായി പറയണമായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്. ജനങ്ങൾ അവരോട് ചോദിക്കും, എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു. അതിന് കൃത്യമായി ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം രാഷ്ട്രീയക്കാർക്കുണ്ടായിരുന്നു. ഇന്ന് 10 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ജനങ്ങളെ പേടിപ്പിച്ച്, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, അവരെ വൈകാരികമായി ചൂഷണം ചെയ്ത്, നിങ്ങളുടെ മതം അപകടത്തിലാണെന്ന് പറഞ്ഞാണ് ഇന്ന് അവർ അധികാരത്തിൽ നിൽക്കുന്നത്. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ എന്ത് ചെയ്തു, ഇവിടെ രാജ്യത്ത് ആശുപത്രികൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്തു, ഇവിടെ സർവകലാശാലകൾ സ്ഥാപിക്കാൻ എന്ത് ചെയ്തു, വിലക്കയറ്റത്തിനെതിരെ എന്ത് ചെയ്തു. ഇതൊന്നും പറയാതെ ജനങ്ങളെ പഠിപ്പിച്ച്, ജനങ്ങളെ പേടിപ്പിച്ച് അധികാരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം 10 വർഷം കൊണ്ട് മാറി എന്ന് എന്റെ സഹോദരൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. They have not focused on these things. In the 10 years that they have been in government, all they have done is weaken democracy, weaken democratic institutions, changed syllabus, talked about all sorts of things that have made you, your emotions, used your emotions, exploited your emotions, but they have not focused on development. They have not focused on roads, hospitals, jobs, price rise. They have not focused on the things that actually matter in your lives. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ചും, റോഡുകളെക്കുറിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച്, ആശുപത്രികളെക്കുറിച്ച്, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടുമില്ല, അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് നിങ്ങളെ വൈകാരികമായി സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഈ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. So we are 10 years down this road now. We are standing at a crossroad. There is another election before us. What do you feel is your duty towards your country? What is your role, your responsibility as citizens of India, and especially as citizens of Wayanad? Where do you stand in the politics of today? അത് മാത്രമല്ല, ഈ 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരു വഴി തിരിയുന്ന ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ ചുമതല എന്താണ്? ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ രാജ്യത്തിലെ വയനാട്ടിലെ ജനങ്ങൾ എന്ന രീതിയിൽ മാത്രമല്ല, ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? വയനാട്ടിലെ പൊളിറ്റിക്സിനോട്, രാഷ്ട്രീയത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You are standing here today, ruled for 10 years at the center by Narendra Modi ji's government, which has taken all the country's major resources and handed it to 1 or 2 businessmen who are his friends. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 10 വർഷങ്ങൾ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലാണ്. അദ്ദേഹം ചെയ്തത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ അതിസമ്പന്നരായ 2-3 വ്യവസായി സുഹൃത്തുക്കൾക്ക് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. You have watched silently as elected governments in states have been toppled by using money to buy elected representatives completely undemocratically, and the whole nation's media has congratulated the BJP for doing so, has congratulated the Prime Minister, and we have all watched silently. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ കോടിക്കണക്കിന് രൂപ കോഴയായിട്ട് ജനപ്രതിനിധികൾക്ക് നൽകി പല ഗവൺമെന്റുകളെയും താഴെയിട്ടപ്പോൾ, BJP താഴെയിട്ടപ്പോൾ നമ്മളൊക്കെ നിശബ്ദരായി നോക്കിയിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, രാജ്യത്തെ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ചെയ്യുന്ന BJP അവർ
അവർ അനുമോദിക്കുക കൂടി ചെയ്യുകയായിരുന്നു. നമ്മൾ നിശബ്ദരായി നോക്കിയിരിക്കുകയും. The country's farmers have cried, they have protested for months, and the Prime Minister has not even looked at them. They have begged him for help, begged him to change his laws, but he did not respond. Instead, 16 lakh crores of loans were waived for a few businessmen friends of his. ഈ രാജ്യത്തെ കർഷകർ അവർ നിരത്തുകളിൽ ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് മുൻപിൽ യാചിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, അവരുടെ ആവശ്യങ്ങൾ നിരത്തിയപ്പോൾ പ്രധാനമന്ത്രി അവരെ ശ്രദ്ധിച്ചില്ല, അവരെ കേട്ടില്ല. അതിനു പകരം അദ്ദേഹത്തിന്റെ വ്യവസായി സുഹൃത്തുക്കൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ കടമാണ് അദ്ദേഹം എഴുതി തള്ളിയത്. There was violence in Manipur. Women were paraded naked in front of the whole country. The whole country watched. In Hathras and Unnao, women were raped and burnt. The whole country was watching. The Prime Minister must have seen all of it. Later on, our Olympic medalists said that they were being molested. The Prime Minister watched as they sat on the streets begging him for justice, but there was no justice. നിങ്ങൾക്കറിയാം, മണിപ്പൂരിലെ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ, നഗ്നരായി രാജ്യം മുഴുവൻ കാണുന്ന വിധത്തിൽ അവർ പരേഡ് ചെയ്യപ്പെട്ടപ്പോൾ, ഹത്രസിലും ഉന്നാവൂരിലും പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കിയപ്പോൾ, അവരെ കൊന്നപ്പോൾ, അവരെ തീ കത്തിച്ചപ്പോൾ, അതുപോലെ നമ്മുടെ ഗുസ്തി താരങ്ങൾ അതിക്രമിക്കപ്പെട്ട് ലൈംഗിക അതിക്രമം നേരിട്ട് നിരത്തുകളിൽ പ്രതിഷേധിച്ചപ്പോൾ, അവിടെ ഒന്നും പ്രധാനമന്ത്രി, ഈ രാജ്യം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇതൊന്നും കണ്ടതായി പോയി നടിച്ചില്ല. Instead, he turned his back on them. And he protected the people, he protected the molesters, he protected the rapists. അതല്ല, ഇവരോടൊപ്പം നിൽക്കുന്നതിന് പകരം, ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം നിൽക്കുന്നതിന് പകരം അദ്ദേഹം അവരെ ആക്രമിച്ചവരെ, അവരെ പീഡിപ്പിച്ചവരെ സംരക്ഷിക്കുകയായിരുന്നു, അവരോടൊപ്പം നിൽക്കുകയായിരുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത്. So we watch every day as new laws are made for the purpose of benefiting the Prime Minister's friends. We see electoral bonds in which whoever gave money to political parties, the Prime Minister and his government made a rule that their names will be secret. When the Supreme Court ordered that that list should be made public, the truth about him, the corruption of his government, the institutionalized loot and coercion of his government came before our eyes. അറിയാമോ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനുദിനം പുതിയ പദ്ധതികളും നിയമങ്ങളായിട്ടും വരികയാണ്. നിങ്ങൾക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് പദ്ധതി, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ പരസ്യമാകാതെ വെക്കാനുള്ള പദ്ധതിയാണ്. സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി ഈ പദ്ധതിയുടെ പേരിൽ എത്രമാത്രം അഴിമതിയും പക്ഷപാതവും കൊള്ളയടിയുമാണ് ഈ രാജ്യത്ത് നടന്നതെന്ന്. So in the last 10 years, we have seen one man tell the whole nation how powerful he is. All his leaders, all his ministers, all his members of parliament echoing his voice, telling us that other countries' prime ministers and presidents rely on him because he is one of the most powerful men in the world. And yet, this most powerful leader in the world is unable to do anything to better the lives of the common man in his own country. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത്, ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാണ് ഞാൻ, ഈ രാജ്യത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനാണ് ഞാൻ. അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ബിജെപിയുടെ ആളുകളും പറയും, മറ്റു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെക്കാളും ലോക തലവന്മാരെക്കാളും ഏറ്റവും ശക്തനായ ഈ പ്രധാനമന്ത്രിയാണ് അവരും ആശ്രയിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഇത്രയും ശക്തിയുണ്ടെന്ന് പറയുന്ന ഈ പ്രധാനമന്ത്രിക്ക് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാര്യം പോലും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. They have done everything wrong, everything undemocratic, everything immoral right before the eyes of this nation. They have been encouraged, they have been helped, and they have been propagated by the media of this country, which is owned by their friends, and we have all watched silently.
നിങ്ങൾക്കറിയാം അവർ ചെയ്തിട്ടുള്ളത് ഒരു കാര്യവും ശരിയല്ല. ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുകയാണ്. ഈ രാജ്യത്തിന്റെ മുൻപിൽ നിന്ന് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും കണ്ടിട്ടുണ്ട്. നമ്മുടെ കൺമുൻപിൽ നിന്നാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത്. Those journalists, activists and political leaders who have raised their voices against them, who have exposed their truth, who have fought for what is right, have been oppressed, harassed, jailed. Cases have been put against them. They have been raided. Chief ministers have been put in jail. Political parties' accounts have been shut down. ഇവരെ എതിർക്കുന്ന ഈ ഗവൺമെന്റിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ജേർണലിസ്റ്റുകളെ, മാധ്യമ പ്രവർത്തകരെ, ആക്ടിവിസ്റ്റുകളെ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അവർ വേട്ടയാടുകയാണ്, ആക്രമിക്കുകയാണ്, ജയിലിലിടുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ അവർ മരവിപ്പിക്കുകയാണ്. So my brothers and sisters, where do we stand, you and I, in this fight? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ നിങ്ങളും ഞാനും എവിടെയാണ് നിൽക്കുന്നത്? You, the people of Wayanad, whose elected representative is the one who raises his voice fearlessly against these people, who fights for what is right every single day of his life. He fights whether he's thrown out of parliament. He fights whether he's thrown out of his house. He fights whether he is abused. He fights whether they attack him. He continues to fight for you, for what is democratic, for equality, for unity, and for the foundations on which this country was built. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ഈ ശക്തികൾക്കെതിരെ ഏറ്റവും അധികം ധൈര്യത്തോടുകൂടി ഈ രാജ്യത്ത് പോരാടുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി, ഈ രാജ്യം മഹത്തരമായി കാണുന്ന എല്ലാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധി. You can see that even the Chief Minister of Kerala only attacks Rahul Gandhi. He doesn't attack the BJP. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയധികം ആ ശക്തികൾക്കെതിരെ പ്രതിരോധിക്കുന്ന രാഹുൽ ഗാന്ധിയെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അദ്ദേഹം BJP ഒരിക്കലും ആക്രമിക്കുന്നില്ല എന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. Because when a man fights for what is right, then all the forces of wrong gather together against him. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ ശരിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ശരിയായിട്ടുള്ളതിന് വേണ്ടി പോരാടുമ്പോൾ തിന്മയുടെ എല്ലാ ശക്തികളും ഒരുമിച്ച് ചേർന്ന് കൂട്ടുചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കാനായിരിക്കും ശ്രമിക്കുക എന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. And I will tell you how I see it. I will tell you where I think you stand. I think each one of you who is here today stands for what is right. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ എങ്ങനെ കാണുന്നു എന്ന് പറയാം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് എന്താണ് ശരി, അതിനു വേണ്ടിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. I think each and every one of you represent Rahul just the way that Rahul represents you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയാണ്. എങ്ങനെ രാഹുൽ നിങ്ങളെ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നു? I believe that you are Rahul Gandhi. I believe you are Rahul Gandhi. I believe you are Rahul Gandhi, and you are Rahul Gandhi, and you are Rahul Gandhi, and you are Rahul Gandhi, because you stand for the truth. And you stand for everything good that has made this country. You stand for everything that our forefathers fought for when they fought the British. You stand for freedom. You stand for equality. You stand for unity. You stand for progress. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ശരിയായത് എന്തിനു വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ നിൽക്കുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്തിനു പോരാടി, ആ ശരിയായ മൂല്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ഓരോരുത്തരും രാഹുൽ ഗാന്ധിയാണെന്ന് ഞാൻ കരുതുന്നു. And 10 years into the rule of the BJP and Prime Minister Narendra Modi's government, I am saying this to you with all my heart and with all the truth that I can muster. We are now at a place in our country's life
where if each one of you does not think beyond yourself, beyond your family, beyond your village, beyond your town, beyond your state, and does not think of this nation as your nation which you have to protect and you have to defend, then we will not be able to save democracy in India. ഞാൻ നിങ്ങളോട് നരേന്ദ്രമോദി 10 വർഷം ഭരിച്ച ശേഷം എൻ്റെ മുഴുവൻ ഹൃദയത്തോടുകൂടി, എൻ്റെ ഹൃദയത്തിലുള്ള മുഴുവൻ സത്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കുപരിയായി, നിങ്ങളുടെ കുടുംബത്തിനുപരിയായി, നിങ്ങളുടെ ഗ്രാമത്തിനുപരിയായി, നിങ്ങളുടെ മണ്ഡലത്തിനുപരിയായി, നിങ്ങളുടെ സംസ്ഥാനത്തിനുപരിയായി നമ്മൾക്ക് ജീവൻ നൽകിയ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ഈ സന്ദർഭത്തിൽ ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, the time has come to stand up for India. നമുക്ക് നമ്മുടെ രാജ്യത്തെ ചിന്തിച്ചില്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയില്ല. Every time I see her, she makes me smile. Thank you. ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള സമയമാണ്, ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള സമയമാണ്. The time has come to put your nation first. നമ്മുടെ രാജ്യം എല്ലാറ്റിനും ഉപരിയായി ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ട സമയം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. This vote that you are going to cast on the 26th is a vote for India. It is a vote to strengthen democracy. It is a vote to bring about change, because what we have seen in the last 10 years has been wrong. It has not been good for our country. It has been destructive for our country. നിങ്ങൾക്കറിയാം, ഇന്ന് നിങ്ങൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ്, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള വോട്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാജ്യത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ളത് തെറ്റുകളാണ്, ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ്. Your vote will bring politics in this country back on track again. Your vote will make politicians answerable to you. There will be no one who thinks he is above you. There will be no one who can wield his power without question. People will not be silenced. People will not be imprisoned for raising their voice and asking for their rights. We will bring back the democratic nation that India was. We will bring back equality. We will bring back your needs, your requirements, your issues to the foreground, so that every politician you elect spends all his time working to make your life better, to make your future stronger. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള തെരഞ്ഞെടുപ്പാണിത്. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, നിങ്ങളെ പേടിപ്പെടുത്താതെ ജീവിക്കാൻ, എന്ത് ചെയ്താലും ജനങ്ങളുടെ മുൻപിൽ ഉത്തരം പറയേണ്ട എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ, ഈ രാജ്യത്തെ തുല്യതയെ, ഈ രാജ്യത്തെ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ, ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ദേശത്തെയും രാഷ്ട്രീയത്തെയും ശരിയായ ദിശയിലേക്ക് തിരിഞ്ഞു കൊണ്ടുവരാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. And I know that you will choose wisely and you will choose well. എനിക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബുദ്ധിപരമായി നന്നായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും എന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. You will show this whole country what a true bond between a leader and a people can be. നിങ്ങൾ ഈ ലോകത്തിന്, ഈ രാജ്യത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കും ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റവും സത്യസന്ധമായ ഒരു ബന്ധം എങ്ങനെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ. And I know my brother, I know how much he loves you. I know how much he loves to be here, to be amidst you. He always tells me, I love going to Wayanad. He loves to come here. You have given him so much love, so much affection, so much respect. My family and I are grateful for everything that you have given him, and he will keep repaying this gratitude to you for the rest of his life. എനിക്കറിയാം, എൻ്റെ സഹോദരനെ എനിക്കറിയാം, അദ്ദേഹത്തിന് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, എനിക്ക് വയനാട്ടിൽ പോകുന്നത് വലിയ ഇഷ്ടമാണ്. ഇവിടെ വരുന്ന ഓരോ സമയവും അദ്ദേഹത്തിന് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന്, അദ്ദേഹത്തിന് നിങ്ങൾ നൽകുന്ന ബഹുമാനത്തിന് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളോട് എല്ലായ്പ്പോഴും കടപ്പെട്ടവരാണ്. അതുമാത്രമല്ല, നിങ്ങൾ നൽകുന്ന സ്നേഹം 10 മടങ്ങായി അദ്ദേഹം നിങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. Thank you for coming here today and listening to me so carefully. I hope that you will remember my words, especially when you go to vote on the polling day. The Congress party has some guarantees which we have put before the nation. I am getting late today and there's a time because it's the last day of campaign. So I will go ahead, but my colleagues here
will tell you what these guarantees are. Please listen to them very carefully. We have fulfilled our guarantees in the states where we have formed our governments, and these will be very beneficial for you, for your lives to become easier and for your children to progress. Thank you very much. Jai Hind. നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചത് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇത് ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസ് പാർട്ടി ധാരാളം ഗ്യാരണ്ടികൾ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് താമസിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സമയമില്ല. എൻ്റെ സഹപ്രവർത്തകർ അതേക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ അത് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. बड़ी से बड़ी खबर, क्राइम से लेकर राजनीति तक किस नेता ने 5 साल में क्या काम कराया। मिलेगी सबसे पहले हर खबर चेंजिंग फ्यूचर न्यूज पर, जो बदलेगा आपका